ചുംബിക്കുന്ന ഹൃദയമാണ് അവരുടെ എന്ന് പറഞ്ഞെങ്കിൽ വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു സയഅതി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു വസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലം വരാൻ അടുത്തിരിക്കുന്നു. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പേരല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ സമയം നമുക്കറിയാം. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ സമയത്ത് വെള്ളിയാഴ്ച നമസ്കരിക്കുന്ന ഉച്ച സമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ പേര് ജുമുഅ എന്ന് പറയുന്ന നമസ്കാരമാണെങ്കിൽ 14 കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ ഇവിടെ ജുമുഅ നമസ്കരിക്കുന്നത്, വെള്ളിയാഴ്ച നമ്മൾ നമസ്കരിക്കുന്നത് ജുമുഅ തന്നെയാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജുമുഅ നമസ്കരിക്കുമ്പോൾ അതിനൊരു മൂല്യമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ജുമുഅ നമസ്കരിക്കുന്ന നമുക്ക് മൂല്യമില്ല. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ആ ജുമുഅ എന്ന പേരല്ലാതെ മറ്റൊന്നുമില്ല. ആ ജുമുഅയുടെ മൂല്യം നമുക്കില്ല, ആ ജുമുഅയുടെ മൂല്യം നമ്മുടെ ജീവിതത്തിലില്ല, നമ്മുടെ പ്രവർത്തനത്തിലില്ല, നമ്മുടെ ഒരു മേഖലയിലുമില്ല. നമ്മളിപ്പോൾ നമസ്കരിച്ച നമസ്കാരത്തിന്റെ പേര് ഇശാ എന്നാണെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ച നിസ്കാരത്തിന്റെ പേര് ഇശാ എന്നാണെങ്കിൽ ആ ഇശാ നമസ്കരിച്ചിറങ്ങുന്നവർക്ക് ഒരു മൂല്യമുണ്ടെങ്കിൽ ആ മൂല്യം ഇന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകർ എന്താ പറഞ്ഞത്? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ആ പേര് മാത്രമല്ലാതെ വേറൊന്നും ഇസ്ലാമിൽ അവശേഷിക്കില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഇന്ന് നമ്മുടെ വീടിന്റെ ഷോക്കേസുകളിൽ അലങ്കാര അലമാരകളുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആന്റെ വലത്തു നിന്ന് എടുത്തോട്ട് എഴുതിയ അറബി അക്ഷരങ്ങൾ കറുത്ത അക്ഷരങ്ങളല്ലാതെ വേറെ ഒന്നും ഇന്നില്ലാത്ത അവസ്ഥയിലേക്ക് അത് ആപതിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. വിശുദ്ധമായ ഖുർആൻ അവതരിച്ച കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ആ ഖുർആനാണ് അവരുടെ ജീവിതമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഖുർആൻ അതിന്റെ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ആ ഖുർആന്റെ അക്ഷരം മാത്രമാണ് ലോകത്തുണ്ടാകൂ. ആ ഖുർആന്റെ അധ്യാപനങ്ങൾ ലോകത്തുണ്ടാകില്ല, ആ ഖുർആന്റെ താല്പര്യം ലോകത്തുണ്ടാകില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകർ പറയുക മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു അന്നത്തെ പള്ളി, ആ കാലഘട്ടത്തിലെ പള്ളി എന്ന് പറയുന്നത് മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ, കണ്ണം ചുട്ടിക്കുന്ന മുനാരങ്ങൾ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന പള്ളികളാണ്, വലിയ വലിയ കെട്ടിടങ്ങളാണ് പള്ളിയുടെ. ആരെയും തോൽപ്പിക്കുന്നു. എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ നാട്ടിലെ പള്ളി ഏറ്റവും വലുതാകണം, ഏറ്റവും നല്ലതാകണം ചിന്ത. വഹിയ ഖറാബും മിനൽ ഹുദാ, അതിന് കുഴപ്പമില്ല. പക്ഷേ ആ പള്ളിയുടെ വലിപ്പം അനുസരിച്ചുള്ള നന്മകൾ ആ പള്ളിയുടെ പരിസരത്ത് ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട നന്മകൾ ലോകത്തില്ലാതെ പോകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ അവസ്ഥയിലേക്ക് ലോകം ആപതിക്കുന്നതിന്റെ കാരണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതേ അവസ്ഥയിലേക്ക് ലോകം ആപതിക്കുന്നത്? എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി അല്ലാഹുവിന്റെ പ്രവാചകർ തന്നെ നൽകുന്നത് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിൽ അവർ ശിർക്ക് ചെയ്യുമെന്നൊന്നും എനിക്ക് വലിയ പേടിയില്ല, പക്ഷെ എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നു. ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് ഭൗതികതയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൗതികതയോടുള്ള താല്പര്യമാണ് എന്റെ ഉമ്മത്തിന്റെ നാശമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? ആ ഭൗതികതയിലുള്ള താല്പര്യം കാരണം നമ്മുടെ ജീവിതത്തിൽ വന്ന ആഡംബരമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. ഇതേ അവസ്ഥയിലേക്ക് നാം ആപതിക്കാനുണ്ടായ കാരണം ഭൗതികതയുടെ പിന്നിലൂടെ വന്ന ആഡംബരം, ആ ആഡംബരത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന അഹങ്കാരം, ആ അഹങ്കാരത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന ധിക്കാരം, ആ ധിക്കാരത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന കടമകളും കടപ്പാടുകളും വിസ്മരിച്ചു പോകുന്നു എന്ന ദുഃഖാവസ്ഥ. മനുഷ്യന് ഭൗതികമായ ത്വര വരുമ്പോൾ, ഭൗതികമായ അത്യാഗ്രഹം വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്നത് ആഡംബരമാണ്. ആഡംബരമാണ് മനുഷ്യനുണ്ടാകുന്നത്. ആഡംബരത്തിലൂടെ മനുഷ്യന് വരുന്നത് അഹങ്കാരമാണ്. ആഡംബരത്തിലൂടെ മനുഷ്യന് വരുന്നത് അഹങ്കാരമാണ് വരുന്നത്. ഇന്നിപ്പോ നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ എല്ലാവരും മൊബൈൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും.
അപ്പോ പണ്ട് കാലത്ത് ആദ്യകാലത്തൊക്കെ നമ്മളൊക്കെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൊബൈലിന്റെ സെറ്റ് ഉണ്ട് 3310 എന്ന് പറയും നോക്കിയാണ്. ആ സെറ്റ് ഇന്ന് പലർക്കിടെ ആർക്കിടെയും കയ്യിൽ തന്നെ കാണാനില്ല. പക്ഷെ ഇന്ന് ആർക്കിടെയും കയ്യിൽ ആ സെറ്റ് ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ ചെറുപ്പക്കാരിൽപ്പെട്ട ആരുടെയും കയ്യിൽ ആ സെറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാരിൽപ്പെട്ട ആരുടെയും കയ്യിൽ ആ സെറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു 4 ആൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഫോൺ വന്നാൽ, ആ സെറ്റിൽ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൺ എടുക്കുമ്പോഴേ പരമാവധി ആരും കാണാതെ ഒന്ന് സംസാരിച്ച് പെട്ടെന്ന് തന്നെ ഒതുക്കി നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പോക്കറ്റിലിട്ട് നമ്മൾ ഒഴിവാകും. കാരണം എന്താ, ഇപ്പോഴും നമുക്ക് അവർ കണ്ടേക്കണാർക്കും ഒന്നും തോന്നി, നമ്മുടെ മനസ്സിലൊരു അപകർഷതയുണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത് തന്നെയാണോ അവരൊക്കെ എന്ന് ചിന്തിക്കുന്ന ഒരു തോന്നലുണ്ട്. ആ സെറ്റ് ഉണ്ട്. എന്നാൽ ഇന്ന് അതൊക്കെ പോയിട്ട് ഒരു നോക്കിയ ലുമിയോ അല്ലെങ്കിൽ ഒരു C7 അല്ലെങ്കിൽ ഐഫോൺ ബ്ലാക്ക്ബെറിയോ അല്ലെങ്കിൽ സോണി എറിക്സന്റെ സാംസങ്ങിന്റെ ഗാലക്സിയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് കയ്യിലുണ്ടെങ്കിലും ആ കയ്യിൽ ആ ഫോൺ വിരിക്കുന്ന സമയത്ത് 4 ആള് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോട്ട് ഒരു ഫോൺ വന്നു, നമുക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മളത് പോക്കറ്റിൽ നിന്ന് എടുക്കലും നോക്കലും അതിന്റെ ഓക്കെ ബട്ടൺ ഞെക്കുന്നതും ചെവിയിലേക്ക് വെക്കുന്നതും അതിൽ ഹലോ എന്ന് പറയലും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന, ആരും നമ്മളെ പഠിപ്പിച്ചിട്ടോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടല്ല, സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഹൃദയ വികാരമാണ്. അതങ്ങനെയാണ്. അത് മനുഷ്യനെ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഹൃദയത്തിൽ വരുന്ന ഒരു വികാരമാണ്. അതാണ് ആഡംബരത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന അഹങ്കാരം. ഞാൻ ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്ന അഹങ്കാരം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആഡംബരത്തിലൂടെ മനുഷ്യന് ഓട്ടോമാറ്റിക്കായിട്ട് അവന് അഹങ്കാരം വരിക. അഹങ്കാരത്തിലൂടെ മനുഷ്യന് വരുന്നത് ധിക്കാരമാണ്. ധിക്കാരത്തിലൂടെ മനുഷ്യന് വരുന്നത് കടമകളും കടപ്പാടുകളും വിസ്മരിച്ചു പോകുന്നു. സൃഷ്ടാവിനോടുള്ള കടപ്പാടുകൾ വിസ്മരിച്ചു പോകുന്നു. സൃഷ്ടികൾ തമ്മിലുള്ള കടപ്പാടുകൾ